ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകനും മുൻ എംഎൽഎയുമായി PT കുഞ്ഞുമുഹമ്മദിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു പോലീസ്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറെ വിവാദമുണ്ടായ സംഭവമായിരുന്നു PT കുഞ്ഞുമുഹമ്മദ് ലൈംഗികാതിക്രമം നടത്തിയെന്നുള്ള പരാതി. അതിലാണിപ്പോൾ കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കുറ്റപത്രത്തിൽ പറയുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത് ലൈംഗികാതിക്രമം, അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയാണ്. ചലച്ചിത്ര പ്രവർത്തകരടക്കം 6 പേരെ സാക്ഷികളാക്കിയാണ് ഈ കോടതിയിൽ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ PT കുഞ്ഞുമുഹമ്മദിന്റെ വാദം എന്നത് ഇതൊരു വ്യാജ ആരോപണം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഈ കാര്യങ്ങളിൽ ഹോട്ടലിലടക്കം തിരുവനന്തപുരത്തെ ഈ ഹോട്ടലിൽ വെച്ച് കയറി പിടിച്ചെന്നായിരുന്നു ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി എന്ന് പറയുന്നത്. അവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം നിർണായകമാവുകയും ഈ 6 പേരുടെ സാക്ഷിമൊഴികളും നിർണായകമായിട്ടുണ്ട്. അങ്ങനെ PT കുഞ്ഞുമുഹമ്മദിന് എതിരെയാണ് ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അത് കൂടുതൽ കുരുക്കുമുറുക്കും PT കുഞ്ഞുമുഹമ്മദിന് എന്ന കാര്യത്തിലും സംശയമില്ല. മുൻ MLA കൂടിയാണ് PT കുഞ്ഞുമുഹമ്മദ്. എന്തായാലും ഈ ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി അത് ശരിവെച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ തലസ്ഥാന നഗരിയിലെ ഒരു ഹോട്ടലിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പരാതി, മേഘന. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക തെളിവുകളൊക്കെ ഇതിന്റെ ഭാഗമാണല്ലോ. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്ന കുറ്റപത്രത്തിൽ, മേഘന? ഉന്മേഷ്, അതിൽ പ്രധാനപ്പെട്ട കാര്യം PT കുഞ്ഞുമുഹമ്മദ് നിരന്തരം ഈ ആരോപണം തള്ളുകയും അതുപോലെ തന്നെ വ്യാജ പരാതി എന്ന് മാധ്യമങ്ങളുടെ അടക്കം മുന്നിൽ വന്ന് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ നഗരമധ്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഹോട്ടലിൽ ഈ IFFKയുടെ സ്ക്രീനിങ്ങിനിടെ, ഈ ഡോക്യുമെന്ററി സ്ക്രീനിങ്ങിനിടെ കയറി പിടിച്ചു എന്നുള്ളതായിരുന്നു യുവതിയുടെ പരാതി, ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതി. അതുകൊണ്ട് തന്നെ അവിടുത്തെ CCTV ദൃശ്യങ്ങളും സുപ്രധാനമായിട്ടുണ്ട്. അതിൽ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ സംവിധായക, ചലച്ചിത്ര പ്രവർത്തക ധൃതി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. അത് വലിയ നിർണായകമാവുകയും ചെയ്തിട്ടുണ്ട്. അതടക്കം ഈ തെളിവുകളടക്കം കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംവിധായക തന്നെ നേരത്തെ ഈ സംഭവം ഉണ്ടായി എന്നുള്ള കാര്യം 6 പേരോട്, സഹപ്രവർത്തകരായിട്ടുള്ള 6 പേരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതും മൊഴിയായി രേഖപ്പെടുത്തിക്കൊണ്ട്, അതും തെളിവായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. PT കുഞ്ഞുമുഹമ്മദിന് എതിരെയുള്ള ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘന മുരളി. PT കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ പരാതിയുമായി ബന്ധപ്പെട്ടാണ് പോലീസിന്റെ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.